ഓപ്പണിംഗ് സീനിൽ ഇപ്പൊ നമ്മുടെ ആൾക്കാരായിരിക്കും കാണിക്കുക അവരെല്ലാവരും ക്ലാസ്സിൽ വളരെ സീരിയസ് ആയിട്ടിരിക്കുകയാണ്. കാരണം ഇപ്പോ അവരുടെ മുടങ്ങിപ്പോയ ചുനിയൻ എക്സാം അത് വീണ്ടും കണ്ടക്ട് ചെയ്തപ്പെട്ടിരിക്കുകയാണ്. സായി ആയിരിക്കും അവരുടെ ഇൻവിജിലേറ്റർ ആയിട്ട് ഇൻസ്ട്രക്ഷൻസ് ഒക്കെ കൊടുത്ത് അവർക്ക് ക്വസ്റ്റ്യൻസ് കൊടുക്കുക. ഫസ്റ്റ് എക്സാം അത് റിട്ടേൺ എക്സാം ആണ്. സോ എല്ലാവരും വളരെ ഹാപ്പിയായി കാര്യമായിട്ട് എക്സാം എഴുതും. അവിടുന്ന് അങ്ങനെ ബ്ലാക്ക് ഔട്ട് ചെയ്ത നറൂട്ടോയെ കാണിക്കും. നറൂട്ടോ ആണെങ്കിൽ ഒരു ടി വിയിൽ ഇന്റർവ്യൂ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇന്റർവ്യൂവർ ചോദിക്കും, ഇങ്ങനെ ഒരു സമയത്ത് ജൂനിയൻ എക്സാം അത് നടത്താനായിട്ട് എന്തുകൊണ്ടാണ് നിങ്ങൾ തീരുമാനിച്ചത്? അതിന് നറൂട്ടോ ആണെങ്കിൽ കാര്യമായിട്ട് മറുപടി പറയും, ആക്ച്വലി ഇപ്പം നമ്മുടെ ഈ ഒരു ഗ്രാമം വളരെ വലിയ വെല്ലുവിളികളിലൂടെ കടന്നു പോവാണ്. നമുക്ക് കൂടുതൽ പവർഫുൾ ആയ ഷിനോബികൾ ആവശ്യമാണ്. അങ്ങനെ പവർഫുൾ ഷിനോബികളെ ഉരുത്തിരിച്ചെടുക്കാനാണ് ഇത്തരത്തിൽ എക്സാം നടത്തുന്നത്. കട്ട് ചെയ്ത ഇപ്പോൾ എക്സാം എഴുതുന്ന സെന്റർ കാണിക്കും. സായി ആണെങ്കിൽ കറക്റ്റ് ഇൻസ്ട്രക്ഷൻസ് കൊടുക്കും. ആരും കോപ്പി അടിക്കാനോ ചീറ്റ് ചെയ്ത് എക്സാം എഴുതാനോ പാടുള്ളതല്ല. അത് കേട്ടിട്ട് നമ്മുടെ ആൾക്കാരാണെങ്കിൽ നൈസായിട്ട് കോപ്പിയൊക്കെ അടിച്ച് ആരുടെ ശ്രദ്ധയിൽപ്പെടാതെ എക്സാം എഴുതിക്കൊണ്ടേയിരിക്കും. പിന്നെ സായി ആണെങ്കിൽ സ്ട്രൈറ്റ് വന്ന് അതിലെ സ്റ്റുഡന്റിനെ കറക്റ്റായിട്ട് അങ്ങനെ പൊക്കുകയാണ്. അവന്റെ പപ്പടിനെ ഉപയോഗിച്ചാണ് എക്സാം എഴുതുന്നത് എന്നുള്ള സീക്രട്ട് അവൻ കണ്ടുപിടിച്ചു കഴിഞ്ഞു. എക്സാമിന് ശേഷം ഡെങ്കി ആണെങ്കിൽ ബൊറൂട്ടോയുടെ അടുത്തേക്ക് വരും. ഡെങ്കി ആണെങ്കിൽ ഇപ്പോ ബൊറൂട്ടോട് പറയും, സത്യത്തില് ഞാൻ ഒട്ടും പവറില്ലാത്ത ഒരാളാണ്. എനിക്കൊരിക്കലും ഷിനോബിയായി മാറാനൊന്നും കഴിയില്ല. അതിന് ബൊറൂട്ടോ ആണെങ്കിൽ അവനെ മോട്ടിവേറ്റ് ചെയ്ത് അവർ എക്സാം റിസൾട്ടിന് വേണ്ടി വെയിറ്റ് ചെയ്യും. അല്പസമയം കഴിയുമ്പോൾ അവരുടെ റിസൾട്ട് വരും. അതിൽ ജയിച്ചത് ടീം 7 ബൊറൂട്ടോയുടെ ടീമും ടീം 5 ഇവാബയുടെ ടീമുമാണ്. രണ്ട് ടീമും അങ്ങനെ ഹാപ്പി ആയിട്ട് നിൽക്കും. ചോച്ചോയ്ക്കാണെങ്കിൽ ഫെയിൽ ആയെങ്കിലും യാതൊരു വിഷമവും ഇല്ല. അവൾ ക്യാഷ്വലായിട്ട് പറയും, ഞങ്ങളുടെ ടീമിൽ ഷിക്കട അവൻ ഓൾറെഡി ഒരു ചുനിയനായതാണ്. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് ഈ ഒരു ഫെയിലിയർ അതൊരു വലിയ ഫെയിലിയർ ആയിട്ട് തോന്നുന്നില്ല എന്ന് പറയും. അടുത്ത നിമിഷം ടീം 9 കൈറ്റ് എന്ന പേരുള്ള ഒരു സീനിയർ പയ്യൻ അവനാണെങ്കിൽ ബൊറൂട്ടോയുടെ അടുത്തേക്ക് വന്ന് അവനെ വെല്ലുവിളിച്ച് കടന്നു പോകും. എങ്കിയാണെങ്കിൽ അവനെക്കുറിച്ചുള്ള എല്ലാ ഇൻഫർമേഷനും ബൊറൂട്ടോയ്ക്ക് പറഞ്ഞു കൊടുക്കുകയാണ്. അവനാള് നമ്മൾ കരുതും പോലെ നിസ്സാരക്കാരനല്ല. ഒരുപാട് മിഷൻസിലൊക്കെ പങ്കെടുത്തിട്ടുണ്ട്. അവൻ വളരെ പവർഫുൾ ആണ്. അല്പസമയം കഴിയുമ്പോൾ സായും നറൂട്ടോയും ഷിക്കമരുവും അവർ 3 പേരും ഇപ്പൊ അടുത്ത എക്സാമിനുള്ള ഇൻസ്ട്രക്ഷൻസ് കൊടുക്കും. സെക്കൻഡ് എക്സാം വളരെ ടഫുമാണ്, അതുപോലെ തന്നെ ലിബറലുമാണ്. ഇത്തവണ നിങ്ങൾക്ക് നിങ്ങളുടെ എക്സാമിന് സയന്റിഫിക് നിഞ്ച ടൂൾസ് അത് ഉപയോഗിക്കാം. എക്സാമിനെ കുറിച്ചുള്ള കൂടുതൽ ഡീറ്റെയിൽസും എക്സാമും അത് നാളെ കണ്ടക്ട് ചെയ്യപ്പെടുമെന്ന് പറഞ്ഞ് എല്ലാവരെയും അവിടുന്ന് പറഞ്ഞയക്കും. ബൊറൂട്ടോ അവനാണെങ്കിൽ ഒരുപാട് ഹാപ്പിയായി സ്നാക്സ് ഒക്കെ വാങ്ങിച്ച് വീട്ടിലേക്ക് വരികയാണ്. കവാക്കിയെ കാണേണ്ട താമസം അവൻ സന്തോഷത്തോടു കൂടെ ആ സ്നാക്സ് അവന് കൊടുക്കും. ചൊനിയൻ എക്സാമിന്റെ ഫസ്റ്റ് റൗണ്ടിൽ ഞങ്ങൾ ജയിച്ചു. തീർച്ചയായിട്ടും ഞാനൊരു ചൊനിയനായതിനു ശേഷം നിനക്ക് ഇഷ്ടമുള്ള എല്ലാ സ്നാക്സും ഞാൻ വാങ്ങിത്തരും. ബൊറൂട്ടോയുടെ അച്ചീവ്മെന്റിൽ കവാക്കിക്കും ഹേമാവരിക്കും ഭയങ്കര സന്തോഷം. അവർ ഹാപ്പി ആയിട്ട് ആ സ്നാക്സ് കഴിക്കും. പക്ഷെ ബൊറൂട്ടോ അവന്റെ ഉള്ളിലെ ടെൻഷൻ അതങ്ങനെ കൂടി വരും. ഉടനെ നറൂട്ടോ ആണെങ്കിൽ ഡോർ തുറന്ന് അകത്തേക്ക് വരികയാണ്. ബൊറൂട്ടോ ആണെങ്കിൽ നറൂട്ടോട് പറയും, നാളെ നടക്കാൻ പോകുന്നത് വളരെ ക്രൂഷ്യൽ ആയിട്ടുള്ള ഒരു എക്സാം ആണ്. എനിക്ക് കഴിഞ്ഞ ചൊനിയൻ എക്സാം പോലെ അത് സ്പോയിലാക്കാനായിട്ട് കഴിയില്ല. എൻ്റെ ലൈഫിലെ ഏറ്റവും നിർണായക ഘട്ടമാണത്. ഞാൻ ഓൾറെഡി ഒരുപാട് ട്രെയിനിങ് ഒക്കെ എടുത്തിട്ടുണ്ട്. എൻ്റെ ഫുൾ എഫേർട്ട് കൊടുത്ത് ഞാനിതിൽ പാസ്സാവുമെന്ന് പറയും. അതിന് നറൂട്ടോ അവനെ വിഷൊക്കെ ചെയ്ത് സമാധാനിപ്പിച്ച് അവിടുന്ന് കടന്നു പോവാണ്. കട്ട് ചെയ്ത നെക്സ്റ്റ് ഡേ ഇപ്പോൾ സെക്കൻഡ് എക്സാമിന് വേണ്ടി എല്ലാവരും റെഡി ആയിട്ട് നിൽക്കും. അവിടേക്ക് സബി ടീം വന്ന് ചില ടാഗൊക്കെ അങ്ങനെ പരസ്പരം കൊടുത്ത് ഹായ് ആയിട്ട് നിൽക്കും. മറ്റൊരു ഭാഗത്ത് ചോച്ചിയും ഈനോജിനും അവർ രണ്ടുപേരും ഇപ്പോഴും വളരെ കാഷ്വലായിട്ട് നിൽക്കുകയാണ്. അതിൽ ഷിക്കട പറയും, നിങ്ങൾ രണ്ടുപേരും ഇതുപോലെ എപ്പോഴും ലേസി ആയിട്ടിരിക്കാനാണോ തീരുമാനിച്ചിരിക്കണേ? ഓരോരുത്തരും പ്രാക്ടീസും ട്രെയിനിങ് ഒക്കെ എടുത്ത് ചുനിയനായി മാറാനായിട്ട് തയ്യാറെടുക്കുകയാണ്. നിങ്ങളത് കാണുന്നില്ലേ? നിങ്ങളും അവരെ പോലെ ട്രെയിനിങ് ഒക്കെ എടുത്ത് ചുനിയനായിട്ട് മാറണം. എൻ്റെ അച്ചീവ്മെന്റ് അത് അവസാനം എൻ്റേത് മാത്രമായിരിക്കും. നിങ്ങൾക്ക് നിങ്ങളുടേതായ അച്ചീവ്മെന്റ് അത് തന്നെ എഫേർട്ട് എടുത്ത് കഷ്ടപ്പെട്ട് സ്വന്തമാക്കണമെന്ന് പറയും. അത് കേൾക്കുമ്പോൾ അവർക്കും ചില തിരിച്ചറിവുകൾ ഉണ്ടാവും. ഷിക്കടയാണെങ്കിൽ വീണ്ടും പറയും, നിങ്ങൾ നല്ല രീതിയിൽ ട്രെയിനിങ് എടുത്ത് ചുനിയനായി തീർന്ന കൂടുതൽ പണവും ശമ്പളവും മിഷൻസും നിങ്ങൾക്ക് കിട്ടും. ഇത് കേട്ട് ബൂസ്റ്റഡ് ആയ നമ്മുടെ ആൾക്കാരാണെങ്കിൽ ഇപ്പൊ സെക്കൻഡ് റൗണ്ടിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാനായിട്ട് ഓടി എത്തുകയാണ്. നറൂട്ടോ ടീമാണെങ്കിൽ അവർക്ക് ഇൻസ്ട്രക്ഷൻ കൊടുക്കും. വർഷങ്ങൾക്ക് മുൻപ് ചുനിയൻ എക്സാം നടന്ന ഒരു ഫോറസ്റ്റ് ആണിത്. നിങ്ങളുടെ എക്സാമും ഇവിടെ വെച്ചാണ് കണ്ടക്ട് ചെയ്യാനായിട്ട് പോകുന്നത്. ഈ കാടിന്റെ നടുക്ക് നിങ്ങൾക്ക് രക്ഷിക്കാനായിട്ട് കുറച്ച് ആളുകളുണ്ട്. അവരെ നിങ്ങൾ രക്ഷിച്ച് ഞങ്ങളുടെ അടുത്തേക്ക് എത്തിക്കണം. ആദ്യം തിരികെ എത്തുന്ന 10 പേർക്കായിരിക്കും ചുനിയനാവാനുള്ള ആ ഒരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി ഉണ്ടാവുക. ഇതാണ് നിങ്ങളുടെ സെക്കൻഡ് ആൻഡ് ഫൈനൽ ആയിട്ടുള്ള എക്സാം. ഇതിനപ്പുറം നിങ്ങൾക്കൊരു എക്സാം ഇല്ല.
സ്റ്റുഡൻസ് ആണെങ്കിൽ അത് കേൾക്കേണ്ട താമസം അവരിൽ 3 പേരാണെങ്കിൽ ഇപ്പോൾ ആ ഫോറസ്റ്റിലേക്ക് എടുത്ത് ചാടുകയാണ്. അടുത്ത നിമിഷം തന്നെ എന്തോ ഒരു ക്രീച്ചർ അവരെ അങ്ങനെ തൂക്കിയെടുത്ത് കൊണ്ടുപോകും. ഷിക്കവരുവാണെങ്കിൽ അവർക്ക് വാണിംഗ് കൊടുക്കും. ഈ കാട്ടിൽ ഒരുപാട് ക്രീച്ചേഴ്സ് ഉണ്ട്. സോ നിങ്ങൾ വളരെയധികം കെയർഫുൾ ആയിട്ട് വേണം ഈ ഒരു മിഷൻ അത് കംപ്ലീറ്റ് ചെയ്യാൻ. അതിനെല്ലാവരും വാശിയോടുകൂടെ ഓക്കെ പറയും. അപ്പോഴായിരിക്കും ആ കൈറ്റ് പയ്യൻ അവനിപ്പോ ബൊറൂട്ടോയുടെ അടുത്തേക്ക് വരിക. ബൊറൂട്ടോ ആണെങ്കിൽ അവനെ കാണേണ്ട താമസം ഷോക്കായി ദൂരേക്ക് മാറി നിൽക്കും. അവിടുന്ന് അങ്ങനെ കട്ട് ചെയ്ത ഇപ്പൊ ആ ഗേറ്റ് അത് തുറക്കേണ്ട താമസം സ്റ്റുഡൻസ് എല്ലാവരും ഇപ്പൊ ആ കാട്ടിലേക്ക് ഉഷാറായിട്ട് ഓടുകയാണ്. അവർക്ക് അനുവദിച്ചു കൊടുത്തിരിക്കുന്നത് വെറും 45 മിനിറ്റ് മാത്രമാണ്. അതിനുള്ളിൽ തിരികെ എത്തുന്ന ആദ്യത്തെ 10 പേർക്ക് മാത്രമേ ചുനിയനാവാനായിട്ട് കഴിയൂ. എല്ലാ സ്റ്റുഡൻസും ദൃഢനിശ്ചയത്തോടുകൂടെ വളരെ ഉഷാറായിട്ട് അവരുടെ മിഷനുമായിട്ട് മുൻപോട്ടേക്ക് പോകും. നമ്മുടെ ആൾക്കാരാണെങ്കിൽ കാടിന്റെ ഓരോ ഭാഗത്തേക്കും എത്തി കൺഫ്യൂസ്ഡ് ആയി അങ്ങനെ നിൽക്കും. അതേസമയം മറ്റൊരു ഭാഗത്ത് പറ്റിയ ഒരു സ്റ്റുഡന്റിന്റെ മുൻപിലേക്ക് ഒരു ക്രീച്ചർ വരികയാണ്. ഉടനെ സുബാക്കി എന്ന് പേരുള്ള ഒരുത്തൻ അവൻ ചാടി വന്ന് അതിനെ വെട്ടിയെറിയും. ഇവിടെ നറൂട്ടോയും ഷിക്കമരും ആണെങ്കിൽ സുബാക്കിയുടെ പെർഫോമൻസ് ഒക്കെ കണ്ട് ഭയങ്കരമായിട്ട് ഇംപ്രസ്ഡ് ആവും. ഇവ സത്യത്തിൽ ഒരു നല്ല ചുനിയനായിട്ട് മാറാനായി എല്ലാ സ്കില്ലും ഉള്ളവനാണ്. അവിടുന്ന് അങ്ങനെ ബ്ലാക്ക് ഔട്ട് ചെയ്ത ഇവിടെ നാമിഡ അവളാണെങ്കിൽ തീയൊക്കെ കൂട്ടിയിട്ടിരിക്കുന്ന ഒരു ഭാഗത്തേക്ക് വരികയാണ്. നാമിഡ ആണെങ്കിൽ ചുറ്റും നോക്കും. അതിന്റെ തൊട്ടടുത്തായിട്ട് മിറായി നിൽക്കുന്നത് കാണും. ഓ, നിങ്ങളാണോ ഞങ്ങൾ രക്ഷിക്കേണ്ട ആ പരുക്ക് പറ്റിയ ഷിനോബി? ഓക്കെ വായോ, കുഴപ്പമില്ല. ഒരു വിധത്തിൽ ഞാൻ നിങ്ങളെ കണ്ടെത്തി. നമുക്ക് എത്രയും വേഗം ഇവിടുന്ന് പോകണമെന്ന് പറയും. അതിന് മിറായി ആണെങ്കിൽ ടെററായിട്ട് ചിരിക്കും. നീ ഇപ്പൊ എത്തിയത് ശത്രു താവളത്തിലാണെന്ന് പറഞ്ഞ് അവനാണെങ്കിൽ അവളെ അടിച്ച് ബോധം കെടുത്തി താഴെ ഇടുകയാണ്. ഇവിടെ നമ്മുടെ ആൾക്കാർ അതെല്ലാം ഉറ്റുനോക്കിക്കൊണ്ടേയിരിക്കും. മിറായി ആണെങ്കിൽ അവന്റെ വില്ലൻ ടീംസിനെ അടുത്തേക്ക് വിളിക്കും. അതിനുശേഷം അവൾക്ക് ട്രീറ്റ്മെന്റ് കൊടുക്കാൻ അവിടുന്ന് പറഞ്ഞയക്കുകയാണ്. അവർ ആക്ച്വലി വില്ലൻ ഗ്യാങ് ആണ്. അതേസമയം മറ്റൊരു ഭാഗത്ത് ഇവാബയും ഒരു പെണ്ണും അവർ രണ്ടുപേരും ഒരു ലേഡിയെ കണ്ടെത്തി കഴിഞ്ഞു. അവളെ ആര് രക്ഷിക്കുമെന്ന് പറഞ്ഞ് ഇപ്പൊ ആ ഒരു പെണ്ണും ഇവാബയും അവർ രണ്ടുപേരും പൊരിഞ്ഞ തർക്കം. ഇവിടെ മീറ്റ്സിക്കാണെങ്കിൽ ഹായിയായി ഒരാളെ രക്ഷിച്ച് അവിടുന്ന് അങ്ങനെ സ്പീഡിൽ കടന്നു വരികയാണ്. എന്ന് പേരുള്ള വേറൊരുത്തൻ അവനും ഇപ്പോൾ ഒരാളെ പ്രൊട്ടക്ട് ചെയ്ത് കഴിഞ്ഞു. ഒരുപാട് പേരാണെങ്കിൽ എനിമി ടീമിൽ ചെന്ന് പെടുകയാണ്. ഇവിടെ ബൊറൂട്ടോ അവൻ ഓരോരോ വഴികളും താണ്ടി രക്ഷിക്കാനുള്ള ആരെയെങ്കിലും കണ്ടെത്താനുള്ള ശ്രമത്തിലാണ്. മറ്റൊരു ഭാഗത്ത് ചോച്ചോയ്ക്കും ഈനോജിനും അവർക്കും ഇപ്പോൾ ഓരോരുത്തരെ വെച്ച് കിട്ടും. ചോച്ചോയ്ക്കാണെങ്കിൽ ഒരാളെ കിട്ടിയ സന്തോഷത്തിൽ അവളങ്ങനെ ഉരുണ്ട് സ്പീഡിൽ പോവും. ഈനോജിനാണെങ്കിൽ അവൻ കണ്ടെത്തിയ ആളുമായിട്ട് ഫ്ലൈ ചെയ്ത് പോവാണ്. അതേസമയം ഡെങ്കി അവനാണെങ്കിൽ ഒരു ഗുഹയുടെ അകത്തേക്ക് വരും. ഡെങ്കിക്കാണെങ്കിൽ അവിടെ വെച്ചൊരാളെ കിട്ടും. പക്ഷെ അവന്റെ സൈസ് ആണെങ്കിൽ ഡെങ്കിയെ കഴിഞ്ഞും 10 മടങ്ങ് വലുതാണ്. ഡെങ്കി ആണെങ്കിൽ മുക്കിയും മൂളയും ആ ജയന്റിനെ അങ്ങനെ തൂക്കിയെടുത്ത് പതിയെ നടക്കും. ആ കാഴ്ച കണ്ട് നറൂട്ടോ ആ ടീം ചിരിക്കും. നറൂട്ടോ തീർത്തു പറയും ഡെങ്കിക്ക് നല്ല കഴിവുണ്ട്, അവനെ കൊണ്ട് നല്ല രീതിയിൽ സ്ട്രാറ്റജി ഒക്കെ ക്രിയേറ്റ് ചെയ്യാൻ കഴിയും. സോ തീർച്ചയായിട്ടും അവൻ ഒരു ജുനിയനാവണം. ഇവിടെ ബൊറൂട്ടോ ആണെങ്കിൽ ഒരു പാമ്പിന്റെ ദേഹത്ത് കയറി അങ്ങനെ വന്ന് ഹായ് ആയിട്ട് ഇറങ്ങുകയാണ്. അതേസമയം മീറ്റ്സുകയും സാറുടെയും അവിടുത്തെ തൂക്കിയെടുത്ത് ഗേറ്റിന്റെ അടുത്തേക്ക് ഓടുകയാണ്. ഡെങ്കി ആണെങ്കിൽ കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി അവൻ കളക്ട് ചെയ്ത ആളെ ആ ഗേറ്റിന്റെ അരികിൽ എത്തിച്ചു. ഇവിടെ സാറുടെക്കാണെങ്കിൽ മീറ്റ്സുകയെ കാണുമ്പോൾ ഒരു സംശയം. കാരണം മീറ്റ്സുക അവൻ ഒരിക്കലും ബൊറൂട്ടോയെ കൈവിടുന്നവനല്ല. അവളങ്ങനെ ചാടി വന്ന് ഇപ്പൊ മീറ്റ്സുകയെ ആഞ്ഞു ചവിട്ടും. അപ്പോഴായിരിക്കും ഒരു ടെസ്റ്റ്, അത് മീറ്റ്സുകയല്ല മറിച്ച് മിറായി അവൻ ട്രാൻസ്ഫോം ആയി വന്നതാണ്. ഇവിടെ മീറ്റ്സുകയാണെങ്കിൽ ഒരാളുമായിട്ട് ഓൾറെഡി ഗേറ്റിന്റെ അടുത്ത് എത്തിക്കഴിഞ്ഞു. ഇനി അവശേഷിക്കുന്നത് 8 മിനിറ്റ് മാത്രമാണ്. ബൊറൂട്ടോ അവൻ ഒരുപാട് അധ്വാനിച്ച് കണ്ടെത്തിയ ഒരു ലേഡിയായിട്ട് അങ്ങനെ ഓടി വരും. അങ്ങനെ ഓടി വരുമ്പോഴായിരിക്കും ആ കൈറ്റ് പയ്യൻ അവനാണെങ്കിൽ ഒരു സ്പൈഡർ നെറ്റ് ഉപയോഗിച്ച് ബൊറൂട്ടോയെ താഴെയിട്ട് ആ പെണ്ണിനെ സ്വന്തമാക്കുക. ഞാൻ ഓൾറെഡി ഒരു ട്രാൻസ്മിറ്റർ നിന്റെ ബോഡിയിൽ വെച്ചതാണ്, അതുപയോഗിച്ചാണ് ഞാൻ നിന്നെ കണ്ടെത്തിയെന്ന് പറഞ്ഞ് കൈറ്റാണെങ്കിൽ ഹായ് ആയിട്ട് നിൽക്കും. പക്ഷെ അടുത്ത നിമിഷം ഒരു കരടി അവന്റെ തൊട്ടു പുറകിൽ വന്ന് അങ്ങനെ അലറും. അവൻ ആ കരടിയെ കണ്ട് പേടിച്ച് ഒരു കുഴിയിലേക്ക് വീഴുകയാണ്. ബൊറൂട്ടോ ആണെങ്കിൽ അവന്റെ അടുത്തേക്ക് ഓടും. അത് കണ്ട ആ ലേഡി പറയും, ഇനി നിന്റെ മുൻപിൽ കുറച്ച് ടൈം മാത്രമേ ഉള്ളൂ, അവന്റെ കാര്യം അത് മെഡിക്കൽ ടീം നോക്കും, എത്രയും വേഗം ഈ മിഷൻ കംപ്ലീറ്റ് ചെയ്യണമെന്ന് പറയും. പക്ഷെ ബൊറൂട്ടോ അവൻ അതിന് തയ്യാറാവാതെ ഇപ്പൊ കൈറ്റിന്റെ അടുത്തേക്ക് പോകും. ബൊറൂട്ടോ ആണെങ്കിൽ പരുക്ക് പറ്റിയ കൈറ്റ് പയ്യന്റെ തലയിൽ മരുന്നൊക്കെ വെച്ച് കെട്ടും. അതിനുശേഷം അവനെയും ആ പെണ്ണിനെയും തൂക്കിയെടുത്ത് ലക്ഷ്യമാക്കി ഓടി വരികയാണ്. ഇനി അവരുടെ മുൻപിൽ ഏതാനും സെക്കൻഡ്സ് മാത്രമേ ബാക്കിയുള്ളൂ. ബൊറൂട്ടോ ആ ഗേറ്റിന്റെ ക്ലോസ് എത്തേണ്ട താമസം ടൈം അവസാനിക്കുകയാണ്. ബൊറൂട്ടോ ആ എക്സാമിൽ തോറ്റു. പക്ഷെ ബൊറൂട്ടോയ്ക്കാണെങ്കിൽ അതിൽ യാതൊരു സങ്കടവും ഇല്ല. എക്സാമിൽ ജയിച്ചവരുടെ പേരുകൾ അതിപ്പോൾ അനൗൺസ് ചെയ്യാനായിട്ട് തുടങ്ങും. ചോച്ചോ, സുബാക്കി, യോജിൻ,
ഈനോജിൻ അങ്ങനെ ഒരുപാട് പേര് ജയിച്ചിരിക്കുകയാണ്. ഇറ്റ്സുകയും സാറയുടെയും അങ്ങനെ എല്ലാവരും പാസ്സായി. അവരുടെ ഇടയിലെ മെറ്റല്ലി അവൻ ദയനീയമായിട്ട് പരാജയപ്പെട്ടു. പിന്നെ ജയിച്ചവരുടെ എല്ലാവരുടെയും പേര് അനൗൺസ് ചെയ്തതിന് ശേഷം സായി ആണെങ്കിൽ ഒരു സ്പെഷ്യൽ അനൗൺസ്മെന്റ് നടത്തും. ഒരാളെ കൂടെ, അത് മറ്റൊന്നുമല്ല, ജയിച്ച ടീമിന്റെ കൂടെ ഒരാളെ കൂടെ ആഡ് ചെയ്യാണ്. അത് മറ്റാരുമല്ല, സാക്ഷാൽ ബൊറൂട്ടോ. കാരണം അവൻ അറ്റ് എ ടൈം 2 പേരെയാണ് രക്ഷിച്ചു കൊണ്ടുവന്നത്. തൻ്റെ കൂടെ പാർട്ടിസിപ്പേറ്റ് ചെയ്ത് പരുക്ക് പറ്റിയ ഒരാളുടെ ജീവൻ കൂടെ അവൻ രക്ഷിക്കാൻ തയ്യാറായി. ഒരു റിയൽ ജുനിയൻ ആവശ്യമായിട്ടുള്ള ഒരു പ്രത്യേക കഴിവാണത്. ഇത് കേൾക്കേണ്ട താമസം ബൊറൂട്ടോ ടീമിന് ഭയങ്കര സന്തോഷം. പക്ഷേ അടുത്ത ട്വിസ്റ്റ് അത് ഉടൻ തന്നെ സായി പറയും. ഇപ്പോൾ പാസ്സായ എല്ലാവർക്കും ഒരു ഫൈനൽ എക്സാം കൂടെ ബാക്കിയുണ്ട്. അത് കേട്ട് എല്ലാവരും ഞെട്ടുകയാണ്. ഓൾറെഡി ഫൈനൽ എക്സാം ഇല്ല എന്ന വിശ്വാസത്തിൽ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുമ്പോഴാണ് ഇങ്ങനെ ഒരു തിരിച്ചടി അവർക്ക് കിട്ടുക. അവസാനത്തെ ബാറ്റിൽ അതൊരു 1-on-1 ബാറ്റിലാണ്. നിങ്ങൾ പരസ്പരം ഫൈറ്റ് ചെയ്ത് അതിൽ 5 പേര് മാത്രമേ ചുനിനായി മാറൂ. അത് കേട്ട് നമ്മുടെ ആൾക്കാർ ഷോക്കാവുന്നതോട് കൂടെ ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു.